വെൽക്കം ടു CMR ലേൺ സ്റ്റഫ്. കഴിഞ്ഞ ക്ലാസ്സിൽ യൂണിറ്റ് 4-ൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ബൈബിൾ ട്രാൻസ്ലേഷനെ കുറിച്ചും അതുപോലെ തോമസ് മോറിൻ്റെ ഉട്ടോപ്പിയെക്കുറിച്ചൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് പാർട്ടിനകത്ത് റിമൈനിങ് റൈറ്റേഴ്സ്, അവരുടെ മേജർ വർക്ക്സുകൾ, റൈറ്റിംഗ് സ്റ്റൈൽ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം പറയുന്നത് ഫിലിപ്പ് സിഡ്നിയെക്കുറിച്ചാണ്. സോ ഫിലിപ്പ് സിഡ്നി, ദി എംപോർട്ട്മെൻറ്റ് ഓഫ് റിനൈസൻസ് ആൻഡ് ഷിവാൽറി, റിനൈസൻസ് കാലഘട്ടത്തിൻ്റെ ഒരു പ്രതീകം എന്ന രീതിയിൽ വിലയിരുത്തപ്പെടുന്ന ഒരു റൈറ്ററാണ് ഫിലിപ്പ് സിഡ്നി. സോ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ആർക്കേഡി എന്ന് പറയുന്നത്. ഇതൊരു പാസ്റ്ററൽ റൊമാൻസാണ്. നമ്മൾ മുന്നൊരു ക്ലാസ്സിൽ പാസ്റ്ററൽ ലിറ്ററേച്ചറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഗ്രാമീണ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതുന്ന സ്റ്റോറീസ്, ഡ്രാമാസ്, നോവൽസ് എന്താണെങ്കിലും. അപ്പോൾ വളരെ സിംപ്ലിസിറ്റി അല്ലെങ്കിൽ സിമ്പിളായ, അതുപോലെ വളരെ ഇന്നസെൻ്റായ, ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു ലിറ്ററേച്ചറിൻ്റെ ഒരു ഭാഗം, അതാണ് പാസ്റ്ററൽ ലിറ്ററേച്ചറിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ ഇത് ഫിലിപ്പ് സിഡ്നിയുടെ ആർക്കേഡി ഒരു പാസ്റ്ററൽ റൊമാൻസാണ്. സോ ഇതിനകത്ത് അദ്ദേഹം ഒരു പാസ്റ്ററൽ കൺട്രി, ഒരു ഐഡിയലിക്കായ പാസ്റ്ററൽ കൺട്രിയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പ്രണയവും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ വളരെ മനോഹരമായ രീതിയിൽ ചിട്ടപ്പെടുത്തിയെടുത്തിരിക്കുന്ന ഒരു വർക്ക്. ഫിലിപ്പ് സിഡ്നിയുടെ റൈറ്റിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, അദ്ദേഹം ഉപയോഗിക്കുന്നത് വളരെ റിഫൈൻഡ് ആൻഡ് ഓർണേറ്റ് സ്റ്റൈലാണ്. വളരെ അലങ്കാരപൂർണ്ണമായ ഒരു സ്റ്റൈലാണ് അദ്ദേഹം യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ പ്ലെയിൻ ആയിട്ട് എഴുതുന്നവരായിരിക്കും, സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവർ. അതല്ലാണ്ട് ചില ആൾക്കാർ വളരെ മനോഹരമായി, വളരെ ബ്യൂട്ടിഫുള്ളായി, ഭംഗിയായി എഴുതുന്ന ആൾക്കാരായിരിക്കും. അതുപോലെ ഒരു വളരെ ഓർണേറ്റ് ആയിട്ടുള്ള സ്റ്റൈലിൽ എഴുതുന്ന ഒരു റൈറ്ററാണ് ഫിലിപ്പ് സിഡ്നി. അദ്ദേഹം യൂസ് ചെയ്യുന്നത് തന്നെ വളരെ ഹൈലി റിഫൈൻഡ് ആൻഡ് ഓർണേറ്റ് ലാംഗ്വേജാണ് അദ്ദേഹം യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പാത്തറ്റിക് ഫാലസി അദ്ദേഹം യൂസ് ചെയ്യുന്നത്. പാത്തറ്റിക് ഫാലസി എന്ന് പറയുന്നത് ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ്. നമ്മൾ മെറ്റഫസിമിലി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ്. അതായത് ഹ്യൂമൻ ഇമോഷൻസിനെ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനെ വേറൊരു നോൺ ഹ്യൂമൻ ക്യാരക്ടേഴ്സുമായിട്ട് അല്ലെങ്കിൽ ഒരു നോൺ ഹ്യൂമൻ തിങ്സുമായിട്ട് ആട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പാത്തറ്റിക് ഫാലസി എന്ന് പറയുക. ഇപ്പോൾ നമ്മൾ ഡാൻസിങ് ഫ്ലവേഴ്സ് എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ. സോ ഇവിടെ ഫിലിപ്പ് സിഡ്നിയുടെ റൈറ്റിംഗ് സ്റ്റൈലാണ് അദ്ദേഹം യൂസ് ചെയ്യുന്നത്. അദ്ദേഹം ഫീച്ചേഴ്സ് ഓഫ് പാത്തറ്റിക് ഫാലസി, അതുപോലെ തന്നെ അദ്ദേഹം ഉപയോഗിക്കുന്ന വളരെ ഹൈലി റിഫൈൻഡ് ആൻഡ് ഓർണേറ്റ് ലാംഗ്വേജ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈലിൽ നമ്മൾ എടുത്ത് പറയുന്നത്. അതുപോലെ ഇനി ക്യാരക്ടറൈസേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് വളരെ ക്ലിയർ ക്യാരക്ടർ സ്കെച്ചാണ്. വളരെ വ്യക്തമായ ധാരണയുള്ള കഥാപാത്രങ്ങൾ, വളരെ ക്ലിയർ ആയിരിക്കും ഓരോ ക്യാരക്ടേഴ്സിനെയും നമ്മുടെ മനസ്സിൽ അത്രയും ക്ലിയർ പിക്ചറായിരിക്കും അദ്ദേഹം തരുന്നുണ്ടാവുക. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഫേമസ് വർക്കാണ് എപ്പോളജി ഫോർ പോയട്രി എന്ന് പറയുന്നത്. ഇതൊരു ക്രിട്ടിക്കൽ വർക്കാണ്. നമുക്കറിയാം, ക്രിറ്റിസിസം നമ്മൾക്കറിയുന്ന കാര്യമാണ്. ഒരു ടോപ്പിക്കിനെ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെ അനലൈസ് ചെയ്യുക, ഇൻ്റർപ്രറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുക, അല്ല ഏതെങ്കിലും ഒരു ടെക്സ്റ്റിനെ അനലൈസ് ചെയ്യുക, ഇൻ്റർപ്രറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ക്രിറ്റിസിസം എന്ന് പറയുക. അപ്പോൾ അതുപോലെ ക്രിട്ടിക്കൽ വർക്കാണ് എപ്പോളജി ഫോർ പോയട്രി എന്ന് പറയുന്നത്. ഇറ്റ് മാർക്സ് ദി ബിഗിനിങ് ഓഫ് ക്രിട്ടിക്കൽ പ്രോസ് ഇൻ ഇംഗ്ലണ്ടിലെ ക്രിട്ടിക്കൽ പ്രോസ് എന്ന് പറയുന്ന ഒരു ടൈപ്പിന് അത് സ്റ്റാർട്ട് ചെയ്യാൻ കാരണമായിട്ടുള്ളൊരു വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇറ്റ്സ് എ സിഗ്നിഫിക്കൻറ്റ് വർക്ക് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം. ഈ ഒരു ക്രിറ്റിസിസം അല്ലെങ്കിൽ ഈ ക്രിട്ടിക്കൽ വർക്കിനകത്ത് അദ്ദേഹം ഡിഫെൻസ് പോയട്രി ആൻഡ് ഇറ്റ്സ് വാല്യൂ. എന്താണ് പോയട്രി, അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റിലുള്ള പോയട്രി എന്താണ്, അതിൻ്റെ വാല്യൂ എന്താണ്, അല്ലെങ്കിൽ ലേറ്റർ പോയിറ്റ്സ്, ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ, എങ്ങനെയായിരിക്കണം ഒരു പോയട്രി, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കും ഒരു പോയട്രിയുടെ വാല്യൂ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം വ്യക്തമായി ഒരു ക്രിട്ടിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള ഒരു വർക്കാണ് എപ്പോളജി ഫോർ പോയട്രി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് റോബർട്ട് ഗ്രീനിനെ കുറിച്ചാണ്. റോബർട്ട് ഗ്രീൻ അദ്ദേഹത്തിൻ്റെ നോട്ടബിൾ വർക്ക്സാണ് പാൻഡേഴ്സ് ടു മാംലിയ ആൻഡ് മെനഫോൺ. ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് മിക്കപ്പോഴും ഒരു മോറൽ ടോൺ ആയിരിക്കും. മോറൽ ടോൺ പറയാൻ എയിമിങ് ടു ടീച്ച് റീഡേഴ്സ് അബൌട്ട് സംതിങ്, എന്തെങ്കിലും ഒരു വായനക്കാർക്ക് എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുന്ന രീതിയിൽ ആണ് അദ്ദേഹം എഴുതുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്ന രീതിയിൽ. അങ്ങനെ ഒരു മോറൽ ടോൺ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ. സോ മിക്കപ്പോഴും ജോൺ ലില്ലി എന്ന ഫേമസ് ആയ റൈറ്റർ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈലുമായിട്ടൊരു ഇമിറ്റേഷൻ ഉണ്ട്.
സോ അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈലിൻ്റെ അല്ലെങ്കിൽ ഒരു മേജർ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറൽ യൂണിറ്റി. ഏതൊരു കാര്യം എഴുതുമ്പോഴും അതിൻ്റെ സ്ട്രക്ചറൽ യൂണിറ്റിയിലും അതുപോലെ തന്നെ വളരെ ബാലൻസ്ഡ് ആയിട്ടാണ് അദ്ദേഹം എഴുതുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ചു വാരി ഒരു ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടാത്ത രീതിയിലൊന്നും ആയിരിക്കില്ല. വളരെ ബാലൻസ്ഡായി വളരെ സ്ട്രക്ചറൽ യൂണിറ്റിയോട് കൂടിയിട്ടൊക്കെയാണ് അദ്ദേഹം എഴുതുന്നത്. അതുപോലെ തന്നെ റിയാലിറ്റിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു റൈറ്റിംഗ് സ്റ്റൈലൊക്കെയാണ് അദ്ദേഹത്തിനുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ വളരെ ദ സ്കിൽഫുൾ പിക്ചറൈസേഷൻ ഓഫ് വിമൺ ക്യാരക്ടേഴ്സ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ അദ്ദേഹം ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിമൻ ക്യാരക്ടേഴ്സിനെ അല്ലെങ്കിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്ന രീതിയിലാണ്. വളരെ വൈദഗ്ധ്യമായൊരു ചിത്രീകരണമാണ് അദ്ദേഹം ഫീമെയിൽ ക്യാരക്ടേഴ്സിന് കൊടുത്തിട്ടുള്ളത്. ഹീ ഈസ് ഫേമസ് ഫോർ ഹിസ് പിക്ചറൈസേഷൻ ഓഫ് വിമൺ. മറ്റ് ഫേമസ് ആയിട്ടുള്ള 2 വർക്ക്സുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞതിനേക്കാൾ കുറച്ച് കൂടുതലായി 2 വർക്കുകളെ കുറിച്ച് എടുത്ത് പറയുന്നുണ്ട്. നെവർ ടു ലൈറ്റ് ആൻഡ് മോർണിംഗ് ഗാർമെൻറ്റ്. ദെൻ നെക്സ്റ്റ് വൺ ഫ്രാൻസിസ് ബേക്കൺ. ഹി വാസ് എ മാൻ ഓഫ് വാരിഡ് അച്ചീവ്മെൻറ്റ്സ് ഡോമിനേറ്റിംഗ് ഇംഗ്ലീഷ് പ്രോസ്. ഇംഗ്ലീഷ് പ്രോസിൽ എടുത്ത് പറയുന്ന ഫേമസ് ആയിട്ടുള്ള റൈറ്ററാണ് ഫ്രാൻസിസ് ബേക്കൺ. അദ്ദേഹം എസ്സേയിസ്റ്റ് എന്ന രീതിയിലാണ് കൂടുതലായിട്ട് ഫേമസ് ആയിട്ടുള്ളത്. സോ അദ്ദേഹത്തിൻ്റെ പ്രോസ് വർക്കുകൾ എടുത്തു പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫിലോസഫിക്കൽ വർക്കായിട്ടുള്ള ദ അഡ്വാൻസ്മെൻറ്റ് ഓഫ് ലേണിംഗ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ വർക്ക്, ഒരു ഇൻഡക്റ്റീവ് മെത്തേഡ് അദ്ദേഹം എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ വർക്കാണ് ഹിസ്റ്ററി ഓഫ് റെയിൻ ഓഫ് കിങ് ഹെൻറി VII. ദെൻ ഒരു ഉട്ടോപ്യൻ വർക്ക്, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഉട്ടോപ്യൻ സ്റ്റൈലിൽ എഴുതിയിരിക്കുന്ന വർക്കാണ് ന്യൂ അറ്റ്ലാന്റിസ്. സോ ഇത്രയും വർക്കിന് പുറമെ അദ്ദേഹം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് എസ്സേയിസ്റ്റ് ആണെന്ന് പറഞ്ഞു. സോ ഇനി അദ്ദേഹത്തിൻ്റെ എസ്സേസിനെ കുറിച്ചാണ് പറയുന്നത്. തുടക്കത്തിൽ 10 എസ്സേസ് ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് എഡിഷൻ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം 38 എസ്സേസ് സെക്കൻഡ് എഡിഷൻ, ദെൻ 58 എസ്സേസിൽ തേർഡ് എഡിഷൻ. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ എസ്സേസിൻ്റെ ആദ്യത്തെ കുറച്ച് കാലങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ എസ്സേസിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, അദ്ദേഹം ചൂസ് ചെയ്യുന്ന സബ്ജക്ട്സ് റീഡേഴ്സിന് വളരെ ഫെമിലിയർ ആയിരിക്കും. സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓഫ് സ്റ്റഡീസ്, ഓഫ് ലവ്, ഓഫ് മാരേജ്, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സോ ഇതിനകത്ത് പറയുന്ന ഓരോ കാര്യങ്ങളും അദ്ദേഹം അവതരിപ്പിക്കുന്നത് മീൻസ് അദ്ദേഹത്തിൻ്റെ എസ്സേസിനകത്ത് അദ്ദേഹം അവതരിപ്പിക്കപ്പെടുന്ന സബ്ജക്ട്സ് പറയുന്നത് ടോപ്പിക്സ് ആർ എവറി ഡേ, വെൽ നോൺ ഓർ കോമൺലി എക്സ്പീരിയൻസ്ഡ് ഐഡിയാസ് ദാറ്റ് ദ ഓഡിയൻസ് കൻ ഈസിലി റിലേറ്റഡ് ടു. നമുക്ക് തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഓരോ എസ്സേസും അദ്ദേഹം എഴുതിയിരിക്കുന്നത്. വളരെ ട്രാൻസ്പെറൻ്റായ സ്ട്രേറ്റ് ഫോർവേഡായിട്ടായിരിക്കും അദ്ദേഹം അത് പറയുന്നുണ്ടാവുക. അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈലിൽ നമ്മൾ അഫോറിസ്റ്റിക് ഓർ എപ്പിഗ്രമാറ്റിക് സ്റ്റൈൽ എന്നാണ് പറയുക. അതായത് ഒരു മാക്സിമം മീനിങ് ഇൻറ്റു മിനിമം വേർഡ്സ്. കുറച്ച് വാക്കുകളിലൂടെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുള്ളൂ, പക്ഷേ അതിനകത്ത് ഒരുപാട് അർത്ഥങ്ങൾ നമുക്കുണ്ടായിരിക്കും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും വളരെ കുറച്ച് വാക്കിലൂടെ. ഇപ്പോൾ ചില ആളുകളൊക്കെ എഴുതുമ്പോൾ കണ്ടിട്ടില്ല, ഒരുപാട് പറയും, എന്ന് നമുക്ക് ആവശ്യമുള്ളതൊന്നും കിട്ടാതെ പോലെ തോന്നും. അതിനർത്ഥം അവരുടെ എഴുത്ത് വളരെ മോശമെന്നല്ല, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ആളുകളുണ്ടായിരിക്കും. നമ്മൾ കുറച്ചും കൂടി ഡീപ്ലി അതിലേക്ക് എത്തുമ്പോഴായിരിക്കും നമുക്ക് മീനിങ് കിട്ടുക. പക്ഷേ ഫ്രാൻസിസ് ബേക്കൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ അങ്ങനെയല്ല. കുറച്ച് വാക്കുകൾ മാത്രം അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നമുക്കതിലൂടെ കിട്ടുകയും ചെയ്യും. അങ്ങനെ ഒരു റൈറ്റിംഗ് സ്റ്റൈലാണ് അദ്ദേഹം യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ വളരെ ക്ലിയർ ആയിട്ടുള്ള കൺസൈസ് ആൻഡ് ഇൻ്റലക്ച്വൽ മോഡൽ അദ്ദേഹത്തിൻ്റെ 3 ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഏണിംഗ് ഹിം ദ ടൈറ്റിൽ ഫാദർ ഓഫ് ഇംഗ്ലീഷ് എസ്സേ. അദ്ദേഹം അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ഇംഗ്ലീഷ് എസ്സേ ആണ്. അദ്ദേഹത്തിൻ്റെ ഈ റൈറ്റിംഗ് സ്റ്റൈൽ, അദ്ദേഹത്തിൻ്റെ ഫീച്ചേഴ്സ്, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് ഏണിംഗ് ഹിം ദ ടൈറ്റിൽ ഫാദർ ഓഫ് ഇംഗ്ലീഷ് എസ്സേ. സോ അദ്ദേഹത്തിൻ്റെ ഈ എഫോറിസ്റ്റിക് സ്റ്റൈൽ എന്ന് പറയുന്നത് എ സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ടു ഇംഗ്ലീഷ് പ്രോസ് സ്റ്റൈൽ. അതുപോലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഒരു എസ്സേ ടൈപ്പിനും അതുപോലെ തന്നെ പ്രോസിൻ്റെ ഡെവലപ്മെൻറ്റ്സിനൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്കുകൾ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മറ്റുള്ള 2 വർക്ക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനകത്ത് ഹിസ്റ്ററി ഓഫ് റെയിൻ ഓഫ് ഹെൻറി VII. അതൊരു ഇൻഡക്റ്റീവ് മെത്തേഡാണ് അതിനകത്ത് അദ്ദേഹം അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബക്കോണിയൻ മെത്തേഡ് എന്നാണ് പറയുക. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ വസ്തുതാപരമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടുന്ന രീതി, അതിനാണ് നമ്മൾ ബക്കോണിയൻ അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു വർക്കാണ് ഒരു ഉട്ടോപ്യൻ സ്റ്റൈലിൽ എഴുതിയിരിക്കുന്ന വർക്കാണ് ന്യൂ അറ്റ്ലാന്റിസ്. സോ വിച്ച് അഡ്രസ്സസ് നോളജ്, ഹ്യൂമൻ കണ്ടീഷൻസ്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ അറേഞ്ച്മെൻറ്റ്സ്. നമ്മൾ മുന്നേ ഉട്ടോപ്പിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിനൊക്കെ എന്താ പറയുന്നത്, സോഷ്യൽ ഇഷ്യൂസ് അല്ലേ. അപ്പോൾ ഇവിടെയും അദ്ദേഹം ആ ഒരു സ്റ്റൈലിൽ എഴുതിയിരിക്കുന്ന ഒരു വർക്കാണ് ന്യൂ അറ്റ്ലാന്റിസ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫ്രാൻസിസ് ബേക്കനെ കുറിച്ച് എടുത്തു പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ അഡ്വാൻസ്മെൻറ്റ് ഓഫ് ലേണിംഗ്, അതുപോലെ മറ്റുള്ള വർക്കുകൾ ഏറ്റവും കൂടുതൽ അദ്ദേഹം ഫേമസ് ആയിട്ടുള്ളത് എസ്സേയിസ്റ്റ് എന്ന രീതിയിലാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് വളരെ ഷോർട്ടായിട്ട് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പറയാനുള്ളത്.
Next one, Roger Ascham. He is an English scholar famous for his prose style and his series of educations, etc. അദ്ദേഹം ഒരു എഡ്യൂക്കേഷനിസ്റ്റാണ്. ഹി വാസ് എ പ്രോമിനൻറ്റ് എഡ്യൂക്കേഷനിസ്റ്റ് ഓഫ് ഹിസ് ടൈം. ആ ഒരു കാലഘട്ടത്തിൽ ഫേമസ് ആയിട്ടുള്ളൊരു എഡ്യൂക്കേഷനിസ്റ്റാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ടോക്സ് ഓഫ് ലെസ് എന്ന് പറയുന്നത്. ഈ ടോക്സ് ഓഫ് ലെസ് ഒറിജിനലി റിട്ടൺ ഇൻ ഇംഗ്ലീഷ് വിച്ച് ലാമെൻറ്റഡ് ദ സ്റ്റേറ്റ് ഓഫ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് കമ്പയർഡ് വിത്ത് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ. ഇപ്പോൾ ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ഭാഷയുമായി കമ്പയർ ചെയ്തിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു അവസ്ഥ അതിനെക്കുറിച്ചാണ് അദ്ദേഹം അതിനകത്ത് ലാമെൻറ്റ് ചെയ്യുന്നത്. അതിനകത്തുള്ള അദ്ദേഹത്തിന് അപാകതകൾ തോന്നിയിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോരായ്മ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമായി അതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. സെക്കൻഡ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ദ സ്കൂൾ മാസ്റ്റർ വിച്ച് കണ്ടെയ്ൻസ് ഇൻസ്ട്രക്ഷൻസ് ഫോർ യങ് മൈൻഡ്, അതായത് ഇൻസ്ട്രക്ഷണൽ ഗൈഡൻസ് ഫോർ യങ് മൈൻഡ് വിച്ച് ഫോക്കസ് ഓൺ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ ഈ രണ്ട് വർക്കുകളാണ് ഫേമസ് ആയിട്ടും റോജർ അഷാമിൻ്റെ ഉള്ളത്. സോ ഫസ്റ്റ് വൺ ടോക്സ് ഓഫ് ലെസ് റിട്ടൺ ഇൻ ഇംഗ്ലീഷ് ലാമെൻറ്റഡ് ദ സ്റ്റേറ്റ് ഓഫ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് വിച്ച് കമ്പയർഡ് വിത്ത് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ. സെക്കൻഡ് വൺ ദ സ്കൂൾ മാസ്റ്റർ കണ്ടെയ്ൻസ് ഇൻസ്ട്രക്ഷൻസ് ഫോർ യങ് മൈൻഡ്സ് വിച്ച് ഫോക്കസ് ഓൺ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്സ്. അദ്ദേഹത്തിൻ്റെ പ്രോസ് സ്റ്റൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ so his writing style is economical and precise. He used Latinism but maintained an overall clear style. നമ്മൾ അദ്ദേഹം ഒരു എഡ്യൂക്കേഷനിസ്റ്റാണെന്ന് പറഞ്ഞല്ലോ. സോ ഹി റോട്ട് ദ ഇംഗ്ലീഷ് സ്പീച്ച് ഫോർ ദ ഇംഗ്ലീഷ്മെൻ ആൻഡ് ഹി ഈസ് കൺസിഡേർഡ് ദ ഫസ്റ്റ് ഇംഗ്ലീഷ് സ്റ്റൈലിസ്റ്റ്. ദ നെക്സ്റ്റ് വൺ ജോൺ ലെല്ലി, എ ഫേമസ് റൈറ്റർ educated at Oxford, then he moved to London for career opportunities. ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് യൂഫസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ നോവലിൻ്റെ ഹീറോ ആയിട്ടുള്ള യൂഫസ് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസസ് ആൻഡ് ഹിസ് അഡ്വെഞ്ചേഴ്സ് ഇൻ നേപ്പിൾസ് ഇവിടെ ലണ്ടനെയാണ് സിംബോളിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അലിഗോറിക്കൽ റെപ്രസെൻറ്റേഷനാണ്, ഒരു സെറ്റയറാണ്. അപ്പോൾ ഈ ഒരു വർക്കിലൂടെയാണ് ജോൺ ലെല്ലി ഫേമസ് ആയിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ യൂഫിസ്റ്റിക് സ്റ്റൈൽ മീൻസ് ഹൈലി ഓർണേറ്റ് ഇലാബറേറ്റ് സ്റ്റൈൽ പോപ്പുലറൈസ്ഡ് ബൈ ജോൺ ലെല്ലി. അതായത് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള വളരെ ഓർഡറിലായിരിക്കും ആ ഒരു ടൈപ്പ് ഓഫ് റൈറ്റിംഗ് സ്റ്റൈലാണ് അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ആർട്ടിഫിഷ്യൽ സ്റ്റൈലാണ്, അതെങ്കിൽ ഒരു എക്സസീവ്ലി കൺസേൺ വിത്ത് മൈനർ ഡീറ്റെയിൽസ്, വളരെ ചെറിയ കാര്യങ്ങളെ കൂടുതൽ കൺസേൺ ചെയ്യുന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹം എഴുതുന്നത്. അതുപോലെ വെൽ കൺസ്ട്രക്റ്റഡ് സെൻറ്റൻസസ് ആയിരിക്കും. സിമിലേഴ്സ് മെറ്റഫേഴ്സൊക്കെ അദ്ദേഹം യൂസ് ചെയ്യുന്നത് ജസ്റ്റ് പ്ലെയിൻ ആയിട്ടൊന്നായിരിക്കില്ല, ഫ്രം റിമോട്ട് ഏരിയസ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മിത്തോളജിക്കൽ അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള മെറ്റഫേഴ്സും സിമിലേഴ്സും ഒക്കെ അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബെസ്റ്റിയറീസ്, ഹെർബറീസ് മീൻസ് ഇപ്പോൾ നമ്മൾ മിത്തിക്കൽ ബീസ്റ്റ്സ്, യൂണിക്കോൺ, അതുപോലെ ഡ്രാഗൺസൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള സ്റ്റോറീസിലൊക്കെ അങ്ങനെയുള്ള കഥകളെ ആസ്പദമാക്കി അല്ലെങ്കിൽ അങ്ങനെയുള്ള സിമിലേഴ്സ് മെറ്റഫേഴ്സൊക്കെ അങ്ങനെയുള്ള അലങ്കാരികമായ കുറേ കാര്യങ്ങൾ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ബുക്ക് ഓഫ് നേച്ചർ, അങ്ങനെ നമ്മൾ മെറ്റഫേഴ്സും സിമിലേഴ്സും യൂസ് ചെയ്യുന്നതും അതുപോലെ എല്ലാ സ്റ്റോറി ലൈൻസുകളും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സിറ്റുവേഷൻസ് എല്ലാം അറ്റ്മോസ്ഫിയർ എല്ലാം ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യും. അങ്ങനെയുള്ളൊരു റൈറ്റിംഗ് സ്റ്റൈൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. കൂടുതലും വളരെ ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇമേജറീസ് അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ആ ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് പ്രോസിനെ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് പ്രോസിനെ ഒരു ആർട്ടിസ്റ്റിക് ലെവലിലേക്ക് ഉയർത്താൻ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയാണെങ്കിൽ കൂടി കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ ഒരു ആർട്ടിഫിഷ്യാലിറ്റി വളരെ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റൈലിന് ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യുഫിസം എന്ന് പറയുന്ന സ്റ്റൈൽ എന്ന് പറയുന്നത് ഡിസ്ക്രൈബ്സ് ഓവർലി ഇലാബറേറ്റ് പ്രിറ്റൻഷ്യസ് പ്രോസ്, ആ ഒരു രീതിയിലാണ് അതിനെ വിശദീകരിക്കുന്നത്. നെക്സ്റ്റ് വൺ റിച്ചാർഡ് ഹൂക്കർ, ഇംഗ്ലീഷ് തിയോളജിയൻ ആൻഡ് ഫിലോസഫർ. ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ഓഫ് ലോസ് ഓഫ് എക്ലേസിയാസ്റ്റിക്കൽ പോളിറ്റി. ഇദ്ദേഹത്തിൻ്റെ സെൻട്രൽ വർക്കാണ്. ഏകദേശം ഒരു 8 ബുക്സായി കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സ്റ്റാർട്ട് ചെയ്തെങ്കിലും 5 ബുക്കുകൾ മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. മാത്രമല്ല റിമൈനിങ് 3 അതിൻ്റെ ഒതൻറ്റിസിറ്റിയിൽ ഒരു ഡൗട്ട്സ് വന്നിട്ട് അതങ്ങനെ പബ്ലിഷ് ചെയ്യാണ്ട് പോവുകയും ചെയ്തു. സോ അദ്ദേഹം ഏകദേശം ഒരു 5 ബുക്സോളം കംപ്ലീറ്റ് ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അതിനകത്ത് ആദ്യത്തെ 2 ബുക്സ് ട്രൈൻ ടു എസ്റ്റാബ്ലിഷ് ഹിസ് തിയോളജിക്കൽ പ്രിൻസിപ്പിൾസ്, അദ്ദേഹത്തിൻ്റെ തിയറീസ്, അദ്ദേഹത്തിൻ്റെ തിയോളജിക്കൽ പ്രിൻസിപ്പിൾസാണ് ആദ്യത്തെ 2 ബുക്സിലുള്ളത്. ദെൻ ലേറ്റർ ബുക്സ് ഫോക്കസ് ഓൺ ഹിസ് ആപ്ലിക്കേഷൻസ് ടു ലൈഫ്, അതായത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ പ്രിൻസിപ്പിൾസ് എങ്ങനെയാണ് ലൈഫുമായി കണക്റ്റഡ് ആവുന്നത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ തിയറീസാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എടുത്തു പറയുന്നൊരു പോയിൻ്റാണ് ഹി ആർഗ്യൂസ് ആംഗ്ലിക്കാനിസം ആസ് മിഡിൽ ഗ്രൗണ്ട് ബിറ്റ്വീൻ പ്യൂരിറ്റാനിസം ആൻഡ് കത്തോളിസിസം. ഇതൊരു മെയിൻ പോയിൻ്റാണ്. സോ ഇവിടെ ആംഗ്ലിക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ പാരമ്പര്യവും അവരുടെ വിശ്വാസവും ഒക്കെ ഫോളോ ചെയ്യുന്ന ക്രിസ്ത്യൻ വിഭാഗം, അതാണ് ആംഗ്ലിക്കാനിസം.
നെക്സ്റ്റ് വൺ പ്യൂരിറ്റാനിസം എന്ന് പറയുന്നത് 16th or 17th സെഞ്ച്വറിയിൽ ഇംഗ്ലണ്ടിൽ വന്നിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റൻ്റ് പ്രസ്ഥാനമാണ് പ്യൂരിറ്റാനിസം. അവർ കാത്തോലിക് സഭയുടെ വിശ്വാസങ്ങളെ, അതിൻ്റെ ആചാരങ്ങളെ, അവരുടെ രീതികളെയൊക്കെ എതിർത്തിരുന്നവരായിരുന്നു. അവർക്ക് കൂടുതലായിട്ടും പ്രാധാന്യം ഉണ്ടായിരുന്നത് ബൈബിളിൽ പറയുന്ന കാര്യങ്ങളായിരുന്നു അവർ ഫോളോ ചെയ്തിരുന്നത്. ഇനി നെക്സ്റ്റ് വൺ കാത്തോലിക്. റോമൻ കാത്തോലിക് സഭയുടെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ പിന്തുടരുന്ന ക്രിസ്ത്യൻ വിഭാഗമാണ് കാത്തോലിക്സ് എന്ന് പറയുന്നത്. അവർ പോപ്പിൻ്റെ അധികാരത്തിനെയും അതുപോലെ ചർച്ചിൻ്റെ പാരമ്പര്യത്തിലൊക്കെയാണ് വിശ്വസിക്കുന്നത്. ഇങ്ങനെ 3 വിഭാഗം ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞ പോയിൻ്റ് ഹൂക്ക് ആർഗ്യൂസ് ആംഗ്ലിക്കാനിസം ആസ് മിഡിൽ ഗ്രൗണ്ട് ബിറ്റ്വീൻ പ്യൂരിറ്റാനിസം ആൻഡ് കത്തോലിസിസം എന്നാണല്ലോ. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഒരു രീതിയിൽ അദ്ദേഹം ആംഗ്ലിക്കാനിസത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അതായത് പ്യൂരിറ്റാനിസം അതിനകത്തുള്ള നിർബന്ധിതമായ രീതികളെയും, അതായത് അവരിങ്ങനെ ചില കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് പറയുന്ന ആ രീതിയുണ്ടല്ലോ അതിനെയും, അതുപോലെ കാത്തോലിക്സിൻ്റെ പാരമ്പര്യങ്ങളെയും ഒഴിവാക്കിയിട്ട്, അല്ലെങ്കിൽ കാത്തോലിക്സിൽ അവർ പാരമ്പര്യമായിട്ട് കുറേ കാര്യങ്ങൾ അതേപോലെ ഫോളോ ചെയ്യുന്നുണ്ട്, അതിനെയും ഒഴിവാക്കിയിട്ട് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സമീപനമാണ് ഈ ആംഗ്ലിക്കാനിസത്തിൻ്റെ എന്ന് പറഞ്ഞ് അതിനെയാണ് കൂടുതൽ ഒരു മധ്യമ മാർഗമായിട്ട് ഹൂക്ക് ഫോളോ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രോസ് സ്റ്റൈലിനെ കുറിച്ചാണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഫസ്റ്റ് ഹി ഇൻഫ്ലുവൻസ്ഡ് ബൈ ക്ലാസിക്കൽ റൈറ്റേഴ്സ്. ക്ലാസിക്കൽ റൈറ്റേഴ്സിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ അത് ഫോളോ ചെയ്യുകയും അത് അദ്ദേഹത്തിൻ്റെ വർക്കിൽ അപ്ലൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ സെൻറ്റൻസുകൾ, ആർട്ടിഫിഷ്യലി കൺസ്ട്രക്റ്റഡ് സെൻറ്റൻസസ് ആണ് അദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി. പലപ്പോഴും വളരെ ലോങ് ലാറ്റിനൈസ്ഡ് സെൻറ്റൻസസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. Next one, Isaac Watton. He is famous for his biographical works. For example, John Donne, Hooke and George Herbert. നേരത്തെ നമ്മൾ മെറ്റാഫിസിക്കൽ പോയട്രി പഠിക്കുന്ന സമയത്ത് ജോൺ ഡണിനെ കുറിച്ചും ജോർജ് ഹെർബർട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കുറിച്ചിട്ടുള്ള അവരുടെ ബയോഗ്രഫി, അതേപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഹൂക്ക്, അവരുടെയൊക്കെ ബയോഗ്രഫി വളരെ ചാമിങ്, ഇൻറ്റിമേറ്റ് ആൻഡ് ആക്യുറേറ്റ് നെറേറ്റീവാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. വാരിഫൈഡ് ഫാക്ട്സുകളാണ്, റിലയബിൾ സോഴ്സസാണ് അദ്ദേഹം യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈ ബയോഗ്രഫിക്കൽ വർക്ക്സിന് പുറമെ അദ്ദേഹം എഴുതിയിരിക്കുന്ന മറ്റൊരു വർക്കാണ് ദ കംപ്ലീറ്റ് ആംഗ്ലർ എന്ന് പറയുന്നത്, വിച്ച് ഇൻസ്പയർഡ് ബൈ ഓപ്റ്റിമിസം ആൻഡ് ലവ് ഓഫ് നേച്ചർ. ഒരു മൈനർ ക്ലാസിക് വർക്ക്, ഒരു പേഴ്സണാലിറ്റി ഡ്രിവൺ വർക്കാണത്. ദെൻ ലാസ്റ്റ് നമ്മൾ പറയുന്നത് സർ തോമസ് ബ്രൗണിനെ കുറിച്ചാണ്. ഇവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് സെൻറ്റൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സർ തോമസ് ബ്രൗൺ, എ മിസ്റ്റിക് ഡോക്ടർ, റോഡ് റിലീജിയോ മെഡിസി ആൻഡ് ഹൈഡ്രോട്രാഫിയ. ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ 2 വർക്ക്സുകളാണ് റിലീജിയോ മെഡിസി, ദെൻ സെക്കൻഡ് വൺ ഹൈഡ്രോട്രാഫിയ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ, തീംസിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കൂടുതലായിട്ടും പേഴ്സണൽ എക്സ്പീരിയൻസസ് അതുപോലെ മിസ്റ്റിക് എലമെൻറ്റ്സ് ഒക്കെ അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. സോ മിസ്റ്റിക് എലമെൻറ്റ്സ് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഹിഡൻ സൂപ്പർ നേച്ചുറൽ എലമെൻറ്റ്സ് ഒക്കെ രാദർ ദാൻ ഓർഡിനറി. അപ്പോൾ അത്തരം കാര്യങ്ങൾ അദ്ദേഹം കൂടുതൽ കാണിക്കുന്ന താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലും അദ്ദേഹത്തിൻ്റെ തീംസായിട്ട് അദ്ദേഹം യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസസ് ഒക്കെ. ദെൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ തോമസ് ബ്രൗണിനെ കുറിച്ച് പറയുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫ്രാൻസിസ് ബേക്കൺ, അതുപോലെ ഫിലിപ്പ് സിഡ്നി, സർ തോമസ് ബ്രൗൺ, ഇസാക്ക് വാട്ടൺ, റിച്ചാർഡ് ഹൂക്ക്, ജോൺ ലില്ലി പോലെ ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സ്, അവരുടെ വർക്കുകളും റൈറ്റിംഗ് സ്റ്റൈലിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും ദിവസത്തെ ക്ലാസ് സിസ്റ്റമാറ്റിക്കായിട്ട് ഫോളോ ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വന്നിട്ടുള്ള, എനിക്ക് പേഴ്സണലായിട്ട് വന്നിട്ടുള്ള കുറച്ച് ഡൗട്ട്സുകൾ ടോട്ടലി അതിനകത്തുള്ള എനിക്ക് പ്രധാനപ്പെട്ടതായിട്ട് തോന്നിയിട്ടില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ക്ലാരിഫൈ ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ച് ഞാനിപ്പോൾ പറയും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യം, ചോദിച്ചിട്ടുള്ള കാര്യം, നമുക്ക് ആദ്യത്തെ ബ്ലോക്കിനകത്ത് വന്നിട്ടുള്ള ടോപ്പിക്സിൽ നിന്ന് ഒരു എസ്സേ വന്നു കഴിഞ്ഞാൽ അത്രയും അധികം ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ മാത്രമുള്ള ഒരു കണ്ടൻറ്റ് നമുക്ക് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുക എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഇത്രയും ദിവസം പഠിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിലാണ് അതിൻ്റെ കണ്ടൻറ്റ് അതിനകത്ത് ഉള്ളത്. മീൻസ് ഇപ്പോൾ ഒരു റൈറ്ററിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ റൈറ്റർ, അവരുടെ റൈറ്റിംഗ് സ്റ്റൈൽ, അവർ ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്, ഇപ്പോൾ പ്രോസാണോ, ഡ്രാമയാണോ, പോയട്രി ആണോ, അങ്ങനെ അവരുടെ മേജർ വർക്ക്സുകൾ, അതിനെക്കുറിച്ച് ഷോർട്ടായിട്ടുള്ളൊരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ, അത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ. പക്ഷേ ഇനി വരുന്ന ബ്ലോക്കുകൾക്കകത്താണ് ഈ റൈറ്റേഴ്സിൻ്റെ തന്നെ ഫേമസ് ആയിട്ടുള്ള വർക്കുകളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടും നോൺ ഡീറ്റെയിൽ ആയിട്ടും പഠിക്കാനുള്ള വർക്കുകൾ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എസ്സേ എഴുതുന്ന സമയത്ത് ആദ്യത്തെ
സെക്ഷനിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇനിയിപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾക്ക് മെറ്റാഫിസിക്കൽ പോയറ്റ്സ് അവരെ കുറിച്ചിട്ടാണ് ഒരു എസ്സേ വന്നിട്ടുള്ളതെങ്കിൽ മെറ്റാഫിസിക്കൽ പോയട്രി എന്താണ് എന്ന്, മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ആരൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മുന്നേയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു എസ്സേ എഴുതാൻ മാത്രം അതിനകത്ത് നിന്ന് കിട്ടുന്നില്ല എന്നൊരു ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇനി വരുന്ന ക്ലാസ്സുകൾക്കകത്ത് മെറ്റാഫിസിക്കൽ പോയറ്റ്സിൻ്റെ ഫേമസ് ആയിട്ടുള്ള 1-2 പോയംസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ എസ്സേ എഴുതുമ്പോൾ ഈ ഒരു പേപ്പറിൻ്റെ കംപ്ലീറ്റ് ടോപ്പിക്സുകളും പഠിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ഒരു എസ്സേ എഴുതാൻ മാത്രമുള്ളത് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ എടുക്കുന്ന ചാപ്റ്റേഴ്സ് മീൻസ് അത് പോയട്രി ആണെങ്കിൽ അത് ഡ്രാമയാണെങ്കിൽ അങ്ങനെ, അപ്പോൾ ഏതാണെങ്കിലും അത് പഠിച്ച് കഴിയുമ്പോൾ മാത്രമാണ് നമുക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. ഒരു എസ്സേ കംപ്ലീറ്റ് എഴുതാൻ മാത്രമുള്ളത് കിട്ടുള്ളൂ. സോ അത് നിങ്ങൾ മനസ്സിലാക്കുക. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ പറഞ്ഞു തരാം. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് തവണയായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിന് മുന്നേയുള്ള ക്ലാസ്സുകളിലൊക്കെ ഇത്രയും വളരെ ഷോർട്ടായിട്ട് മാത്രമേ നമുക്ക് പഠിക്കാനുണ്ടാവുള്ളൂ. ഇനി വരുന്ന ബ്ലോക്കുകളിലായിരിക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടും നോൺ ഡീറ്റെയിൽ ആയിട്ട് വർക്കുകളെ നമ്മൾ കൂടുതലായിട്ടും എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുന്നുണ്ടാവുക. താങ്ക് യു സോ മച്ച്.